സാധാരണയായിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മൈദയും ബട്ടറും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഹെൽത്തിയർ കേക്കാണ്. ഇതിനകത്ത് നമ്മൾ ഗോതമ്പൊടിയും ശർക്കരയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കണ്ടു നോക്കാം. ഞാൻ മഹിമാസ് ആമൻഡ്. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോൾ വീറ്റ് ആമണ്ട് കേക്കാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു ബോളിലേക്ക് എടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഗോതമ്പൊടിയാണ്. എടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് എയറേറ്റ് ചെയ്ത ശേഷം വേണം മെഷർ ചെയ്തെടുക്കാനായിട്ട്. ഒന്നര കപ്പ് പൊടിയെടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 120 ഗ്രാം ആയിരിക്കും വീഴുന്നത്. ഒന്നര കപ്പ് ഗോതമ്പ് പൊടി. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് മാറ്റി വെക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ച ശേഷം നമുക്കിനി വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ബാക്കി കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിൽ എടുക്കുക. ആദ്യം കുറച്ച് ബട്ടർ, 150 ഗ്രാം ബട്ടറാണ് എടുക്കുന്നത്. ഇതിലേക്ക് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ക്ലീൻ ആയിട്ടുള്ള നല്ല ഓർഗാനിക് ശർക്കരയാണ്. ജാഗറി പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് കട്ടകളുണ്ടെങ്കിൽ വേണം നിങ്ങൾക്ക് അരിപ്പയിലും തള്ളിയെടുക്കാം, അല്ല മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഒത്തിരി മധുരം വേണ്ടാത്തവർക്ക് 1 കപ്പ് മതിയാവും. ഇപ്പോൾ 1.25 കപ്പ് ജാഗറി എടുത്തു. ഈ ബട്ടറും ശർക്കരയും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ വെറുതെ ഒരു സ്പാറ്റില വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി. ഇതിനകത്തേക്ക് പാല്. ഞാനിവിടെ 1/4 കപ്പ് പാല് എടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ പകുതി ഇവിടെ ഒഴിക്കാം. ഇനി ഇതിലേക്ക് മുട്ട. നമുക്ക് 3 മുട്ടയാണ് വേണ്ടത്. 3 ചെറിയ മുട്ട. ഒരു മുട്ട ഇട്ട ശേഷം ഒരു സ്പൂൺ വീറ്റ് ഫ്ലവറും കൂടെ ചേർക്കാം. ഗോതമ്പ് പൊടി 1 സ്പൂൺ കൂടെ ചേർക്കാം. ഒന്ന് ബീറ്റ് ചെയ്യാം. വീണ്ടും അടുത്ത മുട്ട ഇടാം. അപ്പം നമ്മൾ സാധാരണ ബട്ടറിലേക്ക് എഗ് വൈറ്റ് വരുമ്പോഴത്തേക്ക് കേർഡ്ലി പിരിയുന്ന പോലെ വരും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇച്ചിരി മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇടയ്ക്ക് ആഡ് ചെയ്യുന്നത്. വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ 2 മുട്ട മതിയാവും ഈ അളവിൽ. അതിലേക്ക് ബാക്കിയുള്ള പാലൂടെ ചേർക്കാം. മൊത്തം 1/4 കപ്പ് പാല് ചേർക്കും. ഗോതമ്പ് പൊടി, ഗോതമ്പൊടി ഇട്ട ശേഷം ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഒരുപാട് നേരം ബീറ്റ് ചെയ്യല്ല, കേക്ക് ഡെൻസായി പോകും. മതിയാവും. അപ്പോൾ നോക്കിയാൽ ഫുള്ളായിട്ട് മിക്സ്ഡ് ആയിട്ടില്ല. ബാക്കി നമ്മൾ സ്പാറ്റില വെച്ച് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് വാനില എസൻസ് കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ. വാനില എസൻസിന് പകരം സിനമൺ പൗഡർ 1/2 ടീസ്പൂൺ ചേർത്താലും മതി. മുട്ട ചേർത്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ ചേർക്കാം. ഇത് നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ വ്യൂവേഴ്സ് ചോദിക്കുന്നുണ്ട് ഹെൽത്തിയർ ആയിട്ടുള്ളൊരു കേക്ക് കാണിക്കാമെന്ന്.
അപ്പം അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണിത്. ഇതിനകത്തേക്ക് ആമണ്ട്സ്, ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1/4 കപ്പ് ആമണ്ട്സ് അവനിൽ വെച്ചിട്ട് ചെറുതായി അല്ലെങ്കിൽ തവയെ വെച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കിയതാണ്. റോസ്റ്റഡ് ആണ്. റോസ്റ്റഡ് ആമണ്ട്സ് അതിനകത്തേക്ക് ചേർക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്റർ. ഇതൊരു 8 ഇഞ്ച് പാനിലേക്ക് ഒഴിക്കാം. അപ്പോൾ നല്ല ഹൈറ്റ് ഒക്കെ വേണമെങ്കിൽ 7 ഇഞ്ച് പാൻ ഉപയോഗിച്ചാൽ മതിയാവും. ഒന്ന് ടാപ്പ് ചെയ്യുക. ഇത് സെർവ് ചെയ്ത് വെച്ചേക്കുന്ന ആമണ്ട്സ് കൂടെ എൻ്റെ മേലെ വെക്കാം. ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഇതൊരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ബ്രൗൺ കളർ ആകുന്ന വരെ ബേക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊരു സ്ക്യൂർ ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ കുക്ക്ഡ് ആയിട്ടുണ്ടാവും. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് ആണ് ബേക്ക് ചെയ്തത്. ഇത് പുറത്തെടുത്തിട്ട് ഒരു 10 മിനിറ്റായി കൂളാവാനായിട്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. സ്ലൈസ് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇപ്പോഴും ചൂടുണ്ട്, കുറച്ചുകൂടെ ചൂട് പോകണം. നല്ല മോയ്സ്റ്റ് ആയിട്ടാണ് കേക്ക് ഇരിക്കുന്നത്. ഈ ഒരു റെസിപ്പി മൈദ അല്ലെങ്കിൽ വൈറ്റ് ഫ്ലവർ ഉപയോഗിക്കാത്തവർക്ക്, വൈറ്റ് ഷുഗർ ഉപയോഗിക്കാത്തവർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ്. നമ്മൾ ഇച്ചിരി ഒരു ഹെൽത്തിയർ വേർഷനായിട്ടാണ് ചെയ്തത്. ഈ റെസിപ്പി നിങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതേപോലെ നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.